ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്. അപ്പം അതിന് താഴെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവാത്തതെന്ന്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി നടക്കുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ലതും മോശവുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആകർഷിച്ചെടുത്തിട്ടുള്ളതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് അവൈലബിൾ ആണ്. ആക്ച്വലി ഇതൊരു വലിയ ബിസിനസ് ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. അതിനായിട്ട് ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട്. 333 ടെക്നിക്സ്, 555 ടെക്നിക്സ്, 111 ടെക്നിക്സ്. ഇപ്പോൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ജേർണൽസ് വാങ്ങാൻ കിട്ടും, മാനിഫെസ്റ്റേഷൻ ചെക്സ് കിട്ടും, വിഷൻ ബോർഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടൂൾസ് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എല്ലാവരിലും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഹിപ്നോട്ടൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. പക്ഷെ അവർ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ മനസ്സിനെയും നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില മനസ്സൊന്നും വില്ലിങ് ആവില്ല, അത് ഡിഫെൻഡ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ ഒരാളിൽ ഈ ടൂൾസൊക്കെ വർക്കായി എന്ന് കരുതി എല്ലാവരിലും ഈ ടൂൾസ് വർക്കാവണമെന്നില്ല. പ്രത്യേകിച്ച് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളിൽ ഈ ടൂൾസ് വർക്കാവില്ല. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് കൂടുതൽ നിരാശയായിരിക്കും നമ്മളിലേക്ക് വരിക. അപ്പം നമ്മൾക്ക് എന്താണ് വർക്കാവുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അത് ഇപ്പോഴും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ലോ ഓഫ് ഗ്രാവിറ്റി ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഉള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹം കണ്ടുപിടിച്ചതോടുകൂടി ഒരുപാട് ആളുകളിലേക്ക് അത് എത്തി, അല്ലെങ്കിൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി. അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ ഈ ആകർഷണ നിയമവും. നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്ന സിഗ്നൽ ഏതാണെങ്കിലും, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, ഏതെങ്കിലും ഒരു അനുഭവത്തിന്റെ രൂപത്തിൽ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനായി നമ്മൾ ഓരോ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോഴാണ് ചിലതൊന്നും വർക്കാവില്ല എന്ന്, ചിലതൊക്കെ ചില ആളുകളുടെ കേസിൽ വർക്കാവുകയും ചെയ്യാറുണ്ട്. അത് കംപ്ലീറ്റ്ലി മനുഷ്യന്റെ മനസ്സിന്റെ കഴിവിനെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരു സംഭവമാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. അത് ഒരു രീതിയിലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനത്തെ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാനും വീഡിയോസ് ചെയ്യാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ വായിച്ചിട്ടുള്ള അറിവുകളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.